നോക്കൂ ശ്രീ റെജി ലൂക്കോസ്, ഈ മാസപ്പടി വിവാദം ഒരു നിർണായക ഘട്ടത്തിലേക്കാണ് ഇപ്പോൾ പ്രവേശിച്ചിരിക്കുന്നത്. നോക്കൂ, നേരത്തെ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ നിരീക്ഷണങ്ങൾ വരുമ്പോൾ അതിനെ CPM പ്രതിരോധിച്ചിരുന്നത് വീണയ്ക്ക് വേണ്ടത്ര അവസരം കിട്ടിയിരുന്നില്ല, വീണയുടെ വേർഷൻ കേട്ടിട്ടില്ല എന്നൊക്കെയായിരുന്നു. എന്നാൽ ഇപ്പോൾ നോക്കൂ, ROCയുടെ കണ്ടെത്തലുകൾ അതീവ ഗുരുതരമായ ചില കാര്യങ്ങളാണ് പുറത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഒന്ന്, വളരെ എന്താണ് പറയുക, കോർപ്പറേറ്റ് ഫ്രോഡ് എന്ന് വിശേഷിപ്പിക്കാവുന്ന രീതിയിൽ വലിയ ക്രമക്കേടുകൾ വീണ വിജയന്റെ കമ്പനിയായ എക്സാലോജിക്ക് നടത്തിയിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവർ ഒരു തരത്തിലുള്ള ഈ രേഖയുടെ വിശദാംശങ്ങൾ നൽകിയിട്ടില്ല, എന്ത് സേവനങ്ങൾ നൽകി എന്ന ചോദ്യത്തിനൊന്നും മറുപടി നൽകിയിട്ടില്ല എന്ന് മാത്രവുമല്ല, കമ്പനി മരവിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് തെറ്റായ സത്യവാങ്മൂലങ്ങൾ നൽകിയെന്നു കൂടി ROC പറയുന്നു. ഇവിടെ പിഴശിക്ഷ പോരാ, പ്രോസിക്യൂട്ട് ചെയ്യണം എന്നാണ് ROCയുടെ ശുപാർശ. നോക്കൂ, ഈ ഒരു വലിയ പ്രതിസന്ധിയെ കേവലം രാഷ്ട്രീയ പകപോക്കലാണ് എന്ന രണ്ട് വാക്കുകൾ കൊണ്ട് പ്രതിരോധിക്കാനും മറികടക്കാനും CPMന് കഴിയുമോ? ശ്രീ റെജി ലൂക്കോസ്. അല്ല, CPMനെ സംബന്ധിച്ചോളം ഈ കേസിൻ്റെ നാൾവഴിയിലൂടെ നമ്മളൊന്ന് പിന്നോട്ട് പോയാൽ പാർട്ടിയെ സംബന്ധിച്ചോളം ഇത് വളരെ ക്ലിയർ കട്ടായിട്ടുള്ള കാര്യമാണ്. എന്താ, ഒന്ന്, 2 കോടതികൾ ഈ കേസ് എഴുതി തള്ളി. നമുക്കറിയാം 2 കോടതികൾ, അത് ഒന്ന് ഹൈക്കോടതിയാണ്. ഇത് കേസെടുക്കാൻ പോലുള്ള മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയാണ് തള്ളിയത്. ഹൈക്കോടതിയിൽ ആ കേസുണ്ട് ഇപ്പോഴും. അല്ല, അത് രണ്ടാമത് കൊടുത്ത കേസ് കണ്ടിന്യൂ ചെയ്തു. ഞാനത് ആ തർക്കത്തിലേക്ക് പോകുന്നില്ല. ഇവിടെ വിഷയം എന്താ, ഇവിടെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വരുന്നു. നമുക്കറിയാം 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് കേരളത്തിൽ 5 ഏജൻസികൾ ഇപ്പോൾ പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യും, പിണറായി വിജയൻ്റെ ഓഫീസ് റെയ്ഡ് ചെയ്യും, പല രീതിയിലുള്ള കഥകൾ. നമ്മൾ അതിലേക്ക് പോകാനുള്ള സമയമില്ല, ഞാൻ അതിലേക്ക് പോകുന്നില്ല. അതെല്ലാം ആയിട്ട് കേരളത്തിലെ പൊതുസമൂഹത്തിനെ വട്ടം കറക്കിക്കൊണ്ട് കബളിപ്പിച്ചുകൊണ്ട് ഈ ഏജൻസികളെല്ലാം കേരളത്തിലൂടെ നടന്നു ചേർത്ത് നമുക്ക് വളരെ വ്യക്തമായിട്ടറിയാം. ഡോക്ടർ അരുണും അറിയാം, ബഹുമാനപ്പെട്ട ഉണ്ണിസാറിനും അറിയാം. അപ്പോൾ തീർച്ചയായിട്ടും ആ രീതിയിലുള്ള അതിൻ്റെ ഒരു റിപ്പീറ്റേഷൻ വീണ വിജയൻ്റെ പേരിൽ ചാർത്തിക്കൊണ്ട് മുഖ്യമന്ത്രിയുടെ മകളെ ഈ രീതിയിൽ, അതായത് ഈ കാശ് വാങ്ങിച്ച് കള്ളപ്പണമായിട്ട് വാങ്ങിയെന്ന് പറയുന്ന ആളുകളിൽ പലരും അത് സമ്മതിച്ചു കഴിഞ്ഞു. അതേസമയം വീണ വിജയൻ കള്ളപ്പണമായിട്ടല്ല വാങ്ങിയിരിക്കുന്നത്, ത്രൂ ബാങ്കാണ്. അതിനകത്ത് ഒരു അക്കൗണ്ടബിലിറ്റി ഉണ്ട്. അത് തന്നെയല്ല, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻകം ടാക്സിൻ്റെ സെറ്റിൽമെൻറ്റ് കഴിഞ്ഞു, 1 ഡേ സെറ്റിൽമെൻറ്റ് കഴിഞ്ഞ് ആ പണം കൃത്യമായ രീതിയിൽ കൊടുത്തു. അത് സേവനം ചെയ്തതിന് പ്രതിഫലമാണെന്നുള്ളതെന്ന് പറയുകയും ചെയ്തു. അപ്പോൾ ഇപ്പോൾ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു നാടകമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് തെരഞ്ഞെടുപ്പിനെ മുൻനിർത്തിയുള്ള നാടകം എന്നുള്ള വാദത്തിന്റെ ആ പറയുന്ന ഭാഗത്തിന്റെയൊക്കെ കാലം കഴിഞ്ഞില്ലേ? കാരണം ROC ചോദിക്കുമ്പോൾ എന്താണ് കരാർ, എങ്ങനെയുള്ള സേവനമാണ് നൽകിയത്, അതിന് രണ്ടിനും മറുപടി കൊടുക്കാൻ നേരത്തെ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് അവസരം കൊടുത്തില്ല എന്നല്ലേ CPM പറഞ്ഞുകൊണ്ടിരുന്നത്. ഇവിടെ ഇപ്പോൾ ROC അവസരം കൊടുത്തു, പക്ഷേ മറുപടിയില്ല. അതിനുള്ള താങ്കളുടെ മറുപടി കൂടി. അല്ല, തീർച്ചയായിട്ടും അതിപ്പോൾ അന്വേഷണം വരുമല്ലോ, അവർ അന്വേഷിക്കട്ടെ. അന്വേഷിച്ചതിന് ശേഷം അങ്ങനെ ഒരു മറുപടിക്ക് അനിവാര്യത ഉണ്ടെങ്കിൽ അവർ നടപടി സ്വീകരിക്കട്ടെ. പക്ഷേ ഞങ്ങൾ ഉയർത്തുന്ന ആരോപണം എന്ന് പറയുന്നത് വളരെ ക്ലിയർ കട്ടറാണ്. കൃത്യമായ രീതിയിൽ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു വിരട്ടലാണ്. ഇതിൻ്റെ പിന്നിൽ CPM പതറത്തില്ല, യാതൊരു തർക്കവുമില്ല. നമ്മുടെ മുമ്പിൽ എത്രയോ ചരിത്രങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. റഫാൽ അഴിമതി കേസിനെ കുറിച്ച് നമുക്കറിയാം. 55,000 കോടി രൂപയാണ് വെട്ടിപ്പ് നടന്നത്. അവസാനം ഒരു കോടതി വിധിയുടെ പേരിൽ അക്ഷരം പോലും മിണ്ടാൻ മേലെന്നുള്ള രീതിയിലുള്ള വ്യാഖ്യാനത്തിൽ ഇപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കാൻ പറ്റത്തില്ല. കൽക്കട്ട ബേസ്ഡ് ആയിട്ടുള്ള ഒരു കൽക്കരി കമ്പനി 50,000 കോടി രൂപ ബീഹാറിൽ കൽക്കരി തട്ടിപ്പ് നടത്തിയതിനെക്കുറിച്ച് CAG തന്നെ സൂചിപ്പിച്ചിട്ട് പോലും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് യാതൊരു വിധത്തിലുള്ള അന്വേഷണങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള എക്സ്പ്ലനേഷൻ വന്നിട്ടില്ല. അദാനിയെ സംബന്ധിച്ചോളം 20,000 കോടി രൂപ ഇന്ത്യയുടെ ജനങ്ങളുടെ നികുതി പണം എടുത്ത് കൊടുത്തിട്ട് ആ പണം എങ്ങനെ കൊടുത്തു, എന്തിനു കൊടുത്തു എന്നതിനെക്കുറിച്ച് പാർലമെൻറ്റിൽ കേരളത്തിൽ നിന്നുള്ള MP സഹിതം ആവശ്യപ്പെട്ടിട്ടും ഒരു മറുപടി തന്നിട്ടില്ല. അങ്ങനെ ഒരു രാജ്യത്ത് ഇവിടെ തീർച്ചയായിട്ടും അവരുടെ കണ്ണിലെ കരടായിട്ടുള്ള CPM ഭരണത്തിനെതിരെ ഏതെങ്കിലും രീതിയിലുള്ള വേട്ടയാട് നടത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുന്നു. അതിൻ്റെ പേരിലാണ് ഇപ്പോൾ ഈ പറയുന്ന കമ്പനികാര്യ വകുപ്പ് 3 അംഗ കമ്മീഷനെ നിയമിച്ചുകൊണ്ട് അന്വേഷണത്തിലേക്ക് പോയിരിക്കുന്നത്. അതിൻ്റെ മുമ്പിൽ പതറയല്ല പാർട്ടി എന്നുള്ള കാര്യത്തിൽ നിങ്ങൾ യാതൊരു സംശയവും വിചാരിക്കേണ്ട. നിയമപരമായ രീതിയിലുള്ള എന്തെങ്കിലും നടപടി സ്വീകരിക്കേണ്ടത് സുസ്വാഗതം. ഇത് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ മാത്യക്കുഴനാടിന് ഈ ആരോപണം ഏറ്റെടുത്തുകൊണ്ട് കേരളത്തിലെ ഒരു പ്രമുഖ ചാനൽ പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് നടത്തിയ ഈ വെളിപ്പെടുത്തലിൻ്റെ കഴിഞ്ഞിട്ടുള്ള നിയമസഭാ സമ്മേളനത്തിൽ കുഴൽനാടൻ്റെ ആരോപണത്തിന് കൃത്യമായ രീതിയിൽ കേരളത്തിന് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞു. എൻ്റെ മകൾ വ്യവസ്ഥാപിതമായ രീതിയിലുള്ള ഒരു ബിസിനസ് നടത്തുന്നു, അത് വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് തന്നെ പണം കൈപ്പറ്റുന്നു. ബാങ്കിലൂടെ ഇന്ത്യയിലെ റിസർവ് ബാങ്ക് അംഗീകൃതമായ ബാങ്കിലൂടെ പണം കൈപ്പറ്റുന്നു. ഇൻകം ടാക്സ് മറ്റു കാര്യങ്ങൾ സെറ്റിൽ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അതിൽ ഇനി എന്താണ് ആരോപണമുള്ളത്? മൂവാറ്റുപുഴ വിജിലൻസ് പ്രധാനപ്പെട്ട ദുരൂഹതയുണ്ട്. അതായത് എന്താണ് ഈ വീണയും
എക്സാലോജിക്കും കൊടുത്തിരിക്കുന്ന സേവനം എന്നുള്ള കാര്യത്തിലാണ് തുടക്കം മുതൽ തന്നെ ദുരൂഹതകൾ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഈ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ബാംഗ്ലൂരും പറയുന്നത് ആ ഇടപാടിനെ കുറിച്ചാണ്. ആ ഇടപാടിൽ സേവനം എന്താണെന്ന് വിശദീകരിക്കാൻ, തൃപ്തികരമായി വിശദീകരിക്കാൻ വീണയ്ക്ക് സാധിച്ചിട്ടില്ല, എക്സാലോജിക്കിന് സാധിച്ചിട്ടില്ല, CMRLന് സാധിച്ചിട്ടില്ല. അങ്ങനെ വരുമ്പോഴാണ് ഇത് അഴിമതി പണമാണോ എന്ന ചോദ്യം പ്രതിപക്ഷം ഉയർത്തുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് ഇത് കമ്പനി FIS അല്ല അന്വേഷിക്കേണ്ടത്, CBI ആണ് അന്വേഷിക്കേണ്ടത്. ഇതിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നടത്തിയിട്ടുണ്ട്, അതുകൊണ്ട് ED അന്വേഷിക്കണം എന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നു. അതും ഒരു കോടതിയുടെ നിരീക്ഷണത്തിൽ നടക്കണം എന്നുള്ളതാണ്. കാര്യങ്ങളൊക്കെ വ്യക്തമാകട്ടെ എന്ന് റെജി ലൂക്കോസ്. അതിലെന്താണ് നമുക്ക് രാഷ്ട്രീയ പ്രതിരോധം എന്ന ഒരു മുൻവിധി? അല്ല, ഡോക്ടർ ആരാണ് പറഞ്ഞത് അന്വേഷിക്കണമെന്നുള്ളവരും സംസ്ഥാന സെക്രട്ടറി, പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി സ്വാഗതം ചെയ്തില്ലേ? അത് അന്വേഷിക്കട്ടെ, അന്വേഷിച്ച് വസ്തുത കണ്ടെത്തട്ടെ. ആരാ അതിനെ ഭയക്കുന്നത്? പക്ഷേ രാഷ്ട്രീയപരമായിട്ടുള്ള ശത്രുത തീർക്കുന്നതാണെന്നുള്ളവർ പറയുമ്പോൾ നിങ്ങൾ എന്തിനാണ് അതിൽ നിന്ന് ഒളിച്ചോടുന്നത്? ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള അന്വേഷണം നടത്തട്ടെ. ഈ ഏജൻസികൾ, ഈ പറയുന്ന ഏജൻസി CBIക്കോ അല്ലെങ്കിൽ EDക്കോ ആർക്ക് വേണമെങ്കിലും ഹാൻഡ് ഓവർ ചെയ്യട്ടെ, അവരന്വേഷിക്കട്ടെ. You are watching Reporter Evening Show.